ഇവരുടെ 8ഉം 9ഉം വയസ്സുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചത് മുത്തച്ഛനാണ്. മുത്തച്ഛൻ്റെ പരാതിയുമായി ഇവർ, അതായത് ഈ അച്ഛനും അമ്മയും, പോലീസിനെ സമീപിച്ചു, കോടതിയിൽ സമീപിച്ചു. പിന്നീട് മുത്തച്ഛൻ്റെ അറസ്റ്റ് ഉണ്ടായി. അറസ്റ്റിന് ശേഷം 30 ദിവസം ജയിലിൽ കിടന്ന ശേഷം മുത്തച്ഛൻ, അതായത് ഉന്നത ബന്ധമുള്ള മുത്തച്ഛൻ, ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഇതിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും കോടതിയുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായത്. മറ്റൊരു കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ചൈൽഡ് ലൈൻ്റെ പരാതിയുണ്ട്. ആ കേസിൽ പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. അതിനുശേഷം ഉണ്ടായ സംഭവം കേരളത്തിലെ നമ്മുടെ നിയമവ്യവസ്ഥയെ, പോലീസ് സംവിധാനത്തെ അടക്കം ലജ്ജിപ്പിക്കുന്നതാണ്. അതായത് ഈ പരാതിക്കാരായ അച്ഛനെയും അമ്മയെയും പോലീസും നമ്മുടെ കോടതിയും അടക്കം വേട്ടയാടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 1.5 വർഷം മുൻപാണ് ഈ സംഭവം, ഈ പോക്സോ കേസ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഇവരനുഭവിച്ച, ഇന്നും സ്വന്തം മക്കൾക്ക് നീതി കിട്ടാൻ വേണ്ടി പോരാടുന്ന ഒരു അച്ഛനും അമ്മയും. 2022 മാർച്ച് മാസമാണ് മക്കൾ വീട്ടിലേക്ക് ഞങ്ങൾ വിടുന്നത്. അന്ന് തൊട്ട് കുട്ടികളോട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിൽ ചെന്ന് വെച്ചാൽ കുട്ടികളോട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മക്കളെ വിളിക്കുമ്പോഴൊക്കെ മക്കൾ എന്തെങ്കിലും കാര്യം ബിസി ആയിരിക്കും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം ഞങ്ങളും അത് വിശ്വസിച്ചു, അച്ഛനും അമ്മയും വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് കുഞ്ഞുങ്ങളെ. അപ്പോൾ അത് വിശ്വസിച്ചു. 2-3 മാസത്തിന് ശേഷമാണ് ഞാനും ഹസ്ബൻഡും വീട്ടിലോട്ട് എത്തുന്നതും. കുട്ടികൾ എങ്ങനെയാണോ ഞാൻ അങ്ങോട്ട് വിട്ടത് അതുപോലല്ല കുട്ടികൾ. നിങ്ങൾ ആലപ്പുഴ മാവേലിക്കരയാണ് നിങ്ങളുടെ വീട്. നിങ്ങൾ ആ സമയം നിങ്ങൾ രണ്ടുപേരും, നിങ്ങൾ അച്ഛനും അമ്മയും ഡൽഹിയിലായിരുന്നു. ഇതിന് അവധിക്ക് വെക്കേഷനാണ് അവർ രണ്ടുപേരെയും നിങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക്, നിങ്ങളുടെ തറവാട്ടിലേക്ക് വിടുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വിടുവാണ്. വിട്ടു. കുട്ടികളെ വിട്ടതിന് ശേഷം ഇങ്ങോട്ട് കുട്ടികളോട് കോൺടാക്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഫോൺ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നത് അച്ഛനും അമ്മയുമാണ്. മക്കൾ ബിസിയാണ്, അത് കളിക്കുവാണ്, അല്ലെ അവർ പഠിക്കുവാണ്, മലയാളം പഠിക്കുവാണ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം ഞാനൊരു 2 മാസത്തിന് ശേഷം ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിന് കുട്ടികളാകെ ഡള്ള. അവർ സംസാരിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഭയങ്കര പേടി, എപ്പോഴും മുറിയിലിരിക്കുക, ഭയങ്കര പേടിച്ചിരിക്കുക. അങ്ങനെ ഒരു ദിവസം മോൻ എന്നോട് പറയുകയാണ്, അമ്മ മോളുടെ ബുക്ക് എടുത്ത് നോക്കുക. അനുഷു, എൻ്റെ മോള് ബുക്കിലെല്ലാം എഴുതി വെക്കുന്ന സ്വഭാവമുണ്ട്, അങ്ങനെ ബുക്ക് എടുത്ത് നോക്ക് എന്ന്. 3 മക്കളുണ്ട്, അതിൽ മൂത്ത മകനാണ് ഇത് പറഞ്ഞത്. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടി. മോനാണ്. മോൻ ഇതൊക്കെ കണ്ടതാണ്. മോൻ ഇതെല്ലാം കണ്ടു. അങ്ങനെ ഞാൻ ബുക്ക് വായിച്ചു നോക്കുന്നു. ബുക്കിൽ അന്നേരം മോള് എഴുതിയേക്കുവാണ്, ഐ ഹേറ്റ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ, പ്ലീസ് ഗോഡ് സേവ് അസ് ഫ്രം അച്ഛ, അമ്മ ആൻഡ് അവർ ഫാമിലി എന്നൊക്കെ പറഞ്ഞ് മോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുവാണ്. ഗ്രാൻഡ് ഫാദർ ടച്ചസ് മൈ പ്രൈവറ്റ് പാർട്സ് എന്നൊക്കെ പറഞ്ഞ് മോൾക്കുണ്ടായ അനുഭവങ്ങൾ മോൾ അതിനകത്ത് ആ ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ആ ബുക്കിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. മോൾ എഴുതിയ ബുക്കിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അത് കണ്ട് ഞാൻ ഭയങ്കര ഷോക്കായിപ്പോൾ ഞാൻ മോളെ വിളിച്ച് സംസാരിച്ചു. മോളെ കുളിപ്പിക്കാൻ കൈ പിടിച്ച് വലിച്ച് ബാത്റൂമിൽ കയറ്റി മോൻ വന്ന് ബഹളം ഉണ്ടാക്കാൻ മോനെ അടിച്ച് പൊട്ടിക്കുവാണ്. അതിന് മോള് ഓടി അമ്മൂമ്മ എടുത്തേലും അമ്മൂമ്മ ഒരു അപ്പൂപ്പന്മാരൊക്കെ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ സഹിച്ച് വേണം ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ മോളെ വീണ്ടും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യങ്ങളായിട്ട് മോളെയും എൻ്റെ കുഞ്ഞു മോളെയും ഇതുപോലെ തന്നെ പിടിച്ച് വലിച്ച് ബാത്റൂമിൽ കയറ്റുകയും പ്രൈവറ്റ് പാർട്സിലൊക്കെ പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ അത്രയും മെൻ്റലി അത്രയും ഇതായി. അങ്ങനെ അവൾ പേടിച്ച് ഭയങ്കര പേടിയാണ്. അത് സംഭവങ്ങൾ എന്നോട് പറയാൻ പോലും മോൾക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ മോൾ എന്നോട് ഇതെല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെ ഇത് ബേസ് ചെയ്ത് കുറച്ച് ദിവസം ഞങ്ങളും ട്രോമയിലായിപ്പോയി. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഹസ്ബൻഡ് അച്ഛനായതുകൊണ്ട് ചോദിക്കാനുള്ള മടി കൊണ്ട് എന്താണ് സത്യം, എങ്ങനെയാണ് ചോദിക്കുന്നത്, എന്ത് ചെയ്യണം, അവർക്ക് മനസ്സിലായി ഞങ്ങൾ അറിഞ്ഞു എന്നുള്ളത്. അവർ കുറേ നാടകം കളിക്കാൻ തുടങ്ങി വീട്ടിൽ. അങ്ങനെ അവസാനം ഒരു ദിവസം ഹസ്ബൻഡിനോട് അച്ഛനും അമ്മയും വിളിച്ച് മുറിയിലിരുത്തി പറയുവാണ്, മോനെ അച്ഛൻ ഇങ്ങനൊരു തെറ്റ് പറ്റിപ്പോയി. അമ്മ പറയുവാണ്. നമസ്കാരം. ഞെട്ടിക്കുന്ന, മനുഷ്യൻ വിശ്വസിക്കാനും കേൾക്കാനും തീരെ പ്രതീക്ഷിക്കാത്ത, ഇഷ്ടപ്പെടാത്ത വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ നിരുത്തരവാദപരമായ സമീപനം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കേസുകളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നത് ഭരണ സംവിധാനം എത്രമാത്രം അധപ്പതിച്ചു എന്നതിന്റെ തെളിവ് കൂടിയാണ്. ഇത്രയും ആമുഖം പറഞ്ഞത് ആലപ്പുഴ മാന്നാറിൽ നടന്ന ഒരു കേസിനെ, പോക്സോ കേസിനെ കുറിച്ച് പറയാനാണ്. പോക്സോ കേസ് നൽകിയത് പിൻവലിക്കാൻ ആ കേസ് നൽകിയവർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി. പോക്സോ കേസിന് ഇരയായ കുട്ടികളുടെ മാതാപിതാക്കൾക്കെതിരെയാണ് മാന്നാനം പോലീസ് കള്ളക്കേസ് ഉണ്ടാക്കിയത്.
ഇനിയാണ് അതിലും ഞെട്ടുന്ന മറ്റൊരു കാര്യം പറയേണ്ടി വരുന്നത്. കുട്ടികളുടെ മാതാപിതാക്കൾക്കെതിരെ കേസ് കൊടുപ്പിക്കുകയും അവരെ ജയിലിലാക്കുകയും ചെയ്തത് കുട്ടികളുടെ മുത്തച്ഛൻ. അതായത് പോക്സോ കേസിന് ഇരയായ കുട്ടികളുടെ അച്ഛന്റെ പിതാവാണ് ഈ കേസിലെ പ്രതി എന്നർത്ഥം. 9ഉം 8ഉം വയസ്സുള്ള കുട്ടികളുടെ മുത്തച്ഛനാണ് ഈ കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത്. അതിന് മുത്തശ്ശി കൂട്ടുനിന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇവർ അറിഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികളെ ഈ മുത്തച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത്. മാത്രമല്ല ഈ വിഷയത്തിൽ കുട്ടികളോട് മുത്തശ്ശനിരിക്കെ തന്നെ ഇക്കാര്യം സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് ഒരു പ്രമുഖ ചാനലിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല ഈ വിഷയത്തിൽ കുട്ടികളോട് മുത്തശ്ശൻ ഇത്തരത്തിൽ പെരുമാറിയെന്ന് മുത്തശ്ശനിരിക്കെ തന്നെ കുട്ടികളുടെ മുത്തശ്ശി ഇക്കാര്യം സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് ഒരു പ്രമുഖ ചാനലിനോട് വെളിപ്പെടുത്തിയിരുന്നു. പപ്പയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. ഇത് പറയുന്നത് ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയായ കുട്ടികളുടെ പിതാവിനോടാണ്. ഈ പിതാവിന്റെ അച്ഛനാണ് ഈ കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത്. പപ്പയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി, നീ അതങ്ങ് ക്ഷമിക്കൂ എന്നാണ് കുട്ടികളുടെ പിതാവിനോട് മുത്തശ്ശി പറഞ്ഞത്. വിഷയമാക്കിയാൽ കുടുംബത്തിനും ആശ്രമത്തിനും ചീത്തപ്പേരുണ്ടാകുമെന്നും പറഞ്ഞു. കുട്ടികളുടെ മുത്തശ്ശി പറഞ്ഞതിനെ കുറിച്ച് ആ കുട്ടികളുടെ അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ കുറച്ച് ആക്ട് ചെയ്തു, ഞാൻ തൂങ്ങിച്ചാവെന്ന് പറഞ്ഞു. പിന്നെ എന്നെ ത്രട്ടൻ ചെയ്തു, ഞാനൊരു മിലിറ്ററിക്കാരനാണ്, ഞാനൊരു ബാൻ റെഡി ഒട്ടിക്കും, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ പിന്നിൽ ഒരു ആശ്രമമുണ്ട്. അത് ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ആശ്രമമാണ്. അപ്പം പറഞ്ഞ അവരൊക്കെ ഉണ്ട്, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ എന്തോ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇത് ത്രട്ടൻ ചെയ്തു. നെയ്ബേഴ്സ് കേട്ടു, അവർ ജൂനിയൽ പോലീസിനെ വിളിച്ച് പറയാനൊരുങ്ങി. എന്നെ അടിക്കുമെന്ന് പറഞ്ഞു, നിങ്ങളിത് പറയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിത് പിന്മാറുന്നില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴത്തേക്ക് എന്നെ അമ്മ ഒരു ദിവസം റൂമിലേക്ക് വിളിച്ചിട്ട് ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഫാദറോടെ സൈഡ് ഇങ്ങനെ ഇരിപ്പുണ്ട്, അത് മിണ്ടുന്നില്ല. എന്നെ സൈഡിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, മോനെ പപ്പായ്ക്ക് ഒരു അബദ്ധം പറ്റിയതാണ്, ഇവള് അത് എൻ്റെ വൈഫ്, പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ വൈഫ് മറ്റൊരു വീട്ടിൽ നിന്ന് വന്നതാണ്, പുറത്തെ ഒരാളാണ്, നമുക്കിതിനകത്ത് തീർക്കാമെന്നുള്ളതിൽ നമ്മുടെ ആശ്രമത്തിനെയും നമ്മുടെ മൊത്തം എല്ലാത്തിനെയും ഇത് പ്രശ്നമാവും, ഒരുപാട് ആൾക്കാർ ഇത് ശ്രദ്ധിക്കപ്പെടും, കാരണം ആശ്രമം അല്ലെങ്കിൽ പൊളിഞ്ഞു പോകും, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് നീ ഇത് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഇത് വെച്ച് ഇവിടെ തന്നെ അവസാനിപ്പിക്കാം, പപ്പായ്ക്ക് ഒരു അബദ്ധം പറ്റി, നിനക്ക് ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അപ്പം തന്നെ കട്ടലിൽ ചാടി എണീറ്റു. ഞാൻ പറയും ഇതിന് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഇനി കിട്ടാനില്ല, കാരണം എൻ്റെ ഡൗട്ട് എല്ലാം ക്ലിയർ ആയി. ചെയ്തു എന്ന് പറയുന്നത് ചെയ്ത ആളോട് തലവനിച്ച് തൊട്ടപ്പുറത്തിരിക്കുന്നു. ഞാൻ നേരെ ഇവിടെ വിളിച്ചുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ ചെന്ന് FIR ഇടുകയും അവിടെ അവർ അന്വേഷണം നടത്തി. അപ്പോൾ എന്നോട് CA ഇല്ല എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ അവർ വന്നു. ഇദ്ദേഹത്തെ ഞാൻ ചെന്ന് റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തു, അവർ ആക്ഷൻ എടുക്കാത്തത്. കാരണം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വലിയ ശക്തികൾ അവിടുത്തെ തന്നെ ഉണ്ട്. ഈ ആശ്രമം ഇവരൊക്കെ അവിടുത്തെ വലിയ ബിഗ് ഷോട്ട്സ് ആണ്, അവർക്ക് എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു കേസ് എടുക്കുന്നു. ഞാൻ റിട്ടേൺ കംപ്ലയിൻറ്റ് തരുമെന്ന് പറഞ്ഞപ്പോൾ അവർ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വരുന്നെന്ന് പറഞ്ഞു. അതിന് പറഞ്ഞ് ഇദ്ദേഹം നേരെ സ്റ്റേഷനിലേക്ക് ചെന്നു. അദ്ദേഹത്തിന് ആരെ ഇൻഫോം ചെയ്തു, നേരെ സ്റ്റേഷനിൽ ചെന്നു. അത് പറഞ്ഞു അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഞങ്ങളോട് ഈവനിങ് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. 1 മന്ത് കഴിഞ്ഞ് അദ്ദേഹം റിമാൻഡിൽ ഇത് കഴിഞ്ഞ് ബെയിൽ കിട്ടി വന്നു. 2022 ഈ സംഭവം നടക്കുന്നത്. ആ വർഷം മാർച്ച് അവസാനത്തിലാണ് ഡൽഹിയിൽ താമസമാക്കിയ ദമ്പതികൾ കുട്ടികളെ വെക്കേഷൻ കാലഘട്ടത്തിൽ കുട്ടികളുടെ അച്ഛന്റെ പിതാവിനും മാതാവിനും അടുത്തേക്ക് വിടുന്നത്. ഇവിടേക്ക് കുട്ടികൾ വന്ന ശേഷം പിന്നീട് കുട്ടികളുമായി സംസാരിക്കാൻ മുത്തശ്ശനും മുത്തശ്ശിയും മാതാപിതാക്കളെ അനുവദിക്കുന്നില്ല. പിന്നീട് വീട്ടിലെത്തിയ ഈ ദമ്പതികളോട് മാതാപിതാക്കൾ പ്രത്യേക രീതിയിൽ തന്നെ പെരുമാറുകയാണ്. കുട്ടികൾക്കും തുറന്ന് സംസാരിക്കാൻ ഭയം. ഒടുവിൽ മൂത്ത മകൻ പറഞ്ഞതനുസരിച്ച് 9 വയസ്സുകാരിയുടെ ഡയറി കുറിപ്പുകൾ നോക്കിയ കുട്ടികളുടെ അമ്മ ഞെട്ടിപ്പോയി. കുട്ടികളുടെ മുത്തച്ഛൻ ലൈംഗിക ചൂഷണം നടത്തിയതിന്റെ വിവരങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. കുട്ടികളെ പിന്നീട് വിളിച്ചുരുത്തി സംസാരിച്ചതോടെയാണ് വിവരങ്ങളുടെ ചുരുൾ അഴിയുന്നത്. എന്തായാലും മാതാപിതാക്കൾ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതോടെ ഇവരോട് തീർത്താൽ തീരാത്ത പകയായി എന്നുള്ളതാണ് സത്യം. പരാതി കൊടുക്കുകയും നിരന്തരം ഇടപെടുകയും ചെയ്തതോടെ മുത്തച്ഛനെ ഒരു കുട്ടിയുടെ ചൂഷണം ചെയ്ത കേസിൽ അറസ്റ്റ് ചെയ്യുകയും ഇയാൾ അതിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. പിന്നീട് പുറത്തിറങ്ങിയ മുത്തശ്ശൻ ഈ കുടുംബത്തെ വേട്ടയാടുകയായിരുന്നു. പിന്നീട് ഈ കേസിൽ പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെ ത്രേസ്യാമ്മ എന്ന സ്ത്രീയെ കൊണ്ട് കള്ളക്കേസ്
കൊടുപ്പിക്കുന്നു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളക്കേസ് കൊടുപ്പിക്കുന്നു. അതിൽ അവർ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇതിനായി പ്രതിക്ക് വേണ്ടി ഹാജരായതാകട്ടെ, അതായത് കുട്ടികളുടെ മുത്തച്ഛന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനാണെന്നതും മറ്റൊരു സത്യം. അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണന്റെ പബ്ലിക് ഡൊമൈനെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. നിരന്തരം വിവാദങ്ങളുടെ കൂട്ടുകാരൻ. പോലീസുകാരുടെ മുൻപിൽ വെച്ച് വരെ കുട്ടികളുടെ മാതാപിതാക്കളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ ഇവരെ എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് അവരുടെ വാക്കുകളിലൂടെ തന്നെ കേൾക്കാം. അതിനകത്ത് തിരിച്ചു വന്നതിന് ശേഷം രശ്മിയെ നേരെ ഈ പറഞ്ഞ പർട്ടിക്കുലർ പോലീസ് സ്റ്റേഷനിലേക്ക്, മാന്നാർ എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും അവിടെ നിന്ന് CAയും ഈ വക്കീലും ഓട്ടിരിപ്പുണ്ട്, ഈ ഫെനി ബാലകൃഷ്ണൻ. അവിടെ നിന്ന് ത്രട്ടനിങ് ആണ്. അതായത് ഇദ്ദേഹത്തിന് വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി, വേഗം തന്നെ നിങ്ങൾ അത് ഈ CAയുടെ പ്രസൻസിലാണ് ഈ ഫെനി പറയുന്നത്. അതായത് വീടും നാടും വിട്ട് ഇവിടുന്ന് പൊക്കോണം, ഞാൻ പ്രമാദമായ അഡ്വക്കേറ്റാണ്, ഞാൻ കേരളത്തിലെ പ്രമാദമായ അഡ്വക്കേറ്റാണ്, എനിക്ക് പുഷ്പം പോലെ ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് വരാം, കണ്ടോ ഇദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു, ഒരു കണ്ടീഷനും ഇല്ല, ഒന്നുമില്ല, നിങ്ങൾ വേഗം നാട് വിട്ടോണം, വിക്ടിംസിനോട് അദ്ദേഹത്തിനെ താമസിപ്പിക്കും ഇന്ന് രാത്രി എന്ന് പറഞ്ഞ് വീടിൻ്റെ വാതൊക്കെ വരുവാണ്. നാട്ടുകാരെല്ലാം കൂടി പോലീസിനോട് പറഞ്ഞ് ഇപ്പം തന്നെ എഴുതി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു, കൂടെ താമസിപ്പിക്കുക. അങ്ങനെ അവരെല്ലാം തിരിച്ചുപോയി. അതിനുശേഷം എൻ്റെ വൈഫിനെ വിളിച്ച് കുറേ ത്രട്ടം ചെയ്തു, ഇതുകൊണ്ട് തന്നെ ഫോൺ കോൾസ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ബാർ കൗൺസിലും ബാർ അസോസിയേഷനിലും എല്ലാം ഞങ്ങൾ രേഖാമൂലം പരാതി നൽകി. ഇയാൾ വിളിച്ച കോളിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എല്ലാം കൊടുത്തു. അല്ലല്ല, താമസിപ്പിക്കാനായിട്ട് അവർ കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതിയുടെ ബെയിൽ കണ്ടീഷൻസിൽ 5 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരു രീതിയിലും വിക്ടിംസിനെ പേരൻസിനെയോ ഡയറക്റ്റ്ലി ഇൻഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിന് പുറകിനാണ് ഈ പറഞ്ഞ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് വീട്ടില്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഈ വീടിന് മുന്നിൽ ഇങ്ങനെ വലിയ സീൻ ഉണ്ടാക്കി നാട്ടുകാരെല്ലാം കൂടുകയും പോലീസും ഒത്തുകളിച്ചു. പോലീസിനോട് അവർ പറഞ്ഞു റിട്ടേൺ എഴുത്താം, വിക്ടിംസിനോട് എങ്ങനെ ഒരു അക്യൂസ്ഡ് താമസിക്കും എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവരെല്ലാം തിരിച്ചുപോയി. അതിന് പറയാനാണ് ഈ ത്രട്ടനിങ് വന്നിട്ട് എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു നാടും വീടും വിട്ടു പോകണം. എന്നിട്ട് 21 കോൾ ചെയ്തു. ഞങ്ങളത് ത്രട്ടനിങ് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ ഈ ബാർ കൗൺസിലും ബാർ അസോസിയേഷനിലും കംപ്ലയിൻറ്റ് കൊടുത്തു. പിന്നെ ഞങ്ങൾ തുടർ നടപടിയായിട്ട് ഡിസ്ട്രിക്ട് കോർട്ടിലേക്ക് പോവുകയും. എന്തായാലും കേസ് പിൻവലിച്ച നാട് വിട്ടു പോകണം എന്നതാണ് അവരുടെ ആവശ്യം. ഈ 2 പെൺകുട്ടികൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി പോരാടുന്ന മാതാപിതാക്കൾക്ക് ഈ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്ത് നീതിയാണ് എന്നതാണ് ഇതിലുയരുന്ന ചോദ്യം. നന്ദി.